നമ്മുടെ ഡയറി സയൻസ് എക്സാം കഴിഞ്ഞതിൻ്റെ ഡിസ്കഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം ഒരു 20 ക്വസ്റ്റ്യൻസോളം നമ്മുടെ തന്ന നോട്ട്സിൽ നിന്നും ഉള്ളതും ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മിൽക്ക് ഷുഗേഴ്സ് ലാക്ടോസ്, അത് നമുക്കറിയാവുന്നതാണ്. മിൽക്ക് ഷുഗർ ലാക്ടോസ്, അതിൽ സംശയമൊന്നും വരാൻ വഴിയില്ല. HTST പാസ്ചറൈസേഷൻ ഡിസ്ട്രോയ്സ് ഓൾ ബാക്ടീരിയ എന്നതാണ് നമ്മുടെ ഉത്തരം. അതായത് സെക്കൻഡ് എ ആണ് ഓപ്ഷൻ. പ്രൊഡ്യൂസിങ് പാത്തോജൻസ് എല്ലാം, ഡിസീസസ് പ്രൊഡ്യൂസിങ് പാത്തോജൻസിനെല്ലാം ബാക്ടീരിയ തന്നെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ ഡിസ്ട്രോയ് ആവുന്നത്. വൈറസിനെ അതിൽ ഉൾക്കൊള്ളുന്നതും ഇല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോ ബാക്ടീരിയ എന്നുള്ളത് നമ്മൾ അത്ര അധികം നമ്മൾക്ക് അവഗാഹമില്ലാത്ത ഒരു ഏരിയ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് അങ്ങനെ ആൻസറിലെത്തി എത്തുന്ന രീതിയായിരിക്കും നല്ലത്. അപ്പോൾ HTST പാസ്ചറൈസേഷൻ ഡിസ്ട്രോയ്സ് ഓൾ ബാക്ടീരിയ എന്നുള്ളത്, അതായത് എ, ഓപ്ഷൻ എ ആവും ആൻസർ. ഇതൊക്കെ ഗൈഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിൻ്റെ ഉദ്ദേശം. യെല്ലോ കളർ ഓഫ് കൗ മിൽക്ക് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബീറ്റാ കരോട്ടിൻ, നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ ബി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിൽക്ക് പ്രോട്ടീനസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിൽക്ക് പ്രോട്ടീൻ എന്നുള്ളത് നമുക്കറിയാം കെസീനാണ് ആൻസർ 4, ഓപ്ഷൻ സി. ആൽബുമിനും ഗ്ലോബുലിനും ഒക്കെ മിൽക്ക് പ്രോട്ടീൻസ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കെസീൻ തന്നെയാണ്. ടെമ്പറേച്ചർ ഓഫ് LTHT പാസ്ചറൈസേഷൻ, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. 52 ഡി, അതായത് 61 to 63. ലോ ടെമ്പറേച്ചർ ആൻഡ് ലോങ് ടൈം എന്നുള്ളതാണ് നമ്മുടെ LT പാസ്ചറൈസേഷൻ, 61 to 63 ഡിഗ്രി. SNF കണ്ടന്റ് ഓഫ് ടോൺഡ് മിൽക്ക്, അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ സി, 8.5. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടോൺഡ് മിൽക്കിൻ്റെയും ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെയും സ്കിംഡ് മിൽക്കിൻ്റെയും ഒക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. SNFും ഫാറ്റ് കണ്ടൻറ്റിൻ്റെയും ആ ഒരു ബേസിൽ തന്നെയാണ് അതിനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SNF കണ്ടൻറ്റ് ഓഫ് ദി ടോൺഡ് മിൽക്ക് എന്നുള്ളത് 8.5%, സംശയമൊന്നും വരാൻ വഴിയില്ല. ലാക്ടോസ് ഇസ് എ ഡൈസാക്രൈഡ് മെയ്ഡപ്പ് ഓഫ്, ലാക്ടോസ് ഒരു ഡൈസാക്രൈഡാണ്, ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. 7, ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്തത് ആവറേജ് pH ഓഫ് ദി നോർമൽ മിൽക്ക്, നമ്മുടെ നോട്ടിലുള്ളത് തന്നെയാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, 8 ഡി ആൻസർ. മോസ്റ്റ് വേരിയബിൾ ഓഫ് ഓൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മിൽക്ക്, അത് നമുക്കറിയാം ഫാറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കിന് സ്കിംഡ് മിൽക്ക്, അതുപോലെ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ ഫാറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റിൻ്റെ ഒരു വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ മിൽക്കിനെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് മോസ്റ്റ് വേരിയബിൾ ഓഫ് ഓൾ ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റ് ആണെന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ പ്രോസസ് വാസ് ഡെവലപ്ഡ് ബൈ ലൂയിസ് പാസ്റ്റർ, അത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. 11th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്പൂൺ ഈറ്റിംഗ് മിൽക്ക്, അതൊരു ഗൈഡ് ക്വസ്റ്റ്യൻ ആണ്. ടാറ്റു മിൽക്കാണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഹയർ നമ്പർ ഓഫ് ബാക്ടീരിയ, നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മൾ പഠിച്ചപ്പം നമ്മൾ പറഞ്ഞു നമ്മളെപ്പോഴും 4 മിൽക്ക് നമ്മൾ എടുത്തിട്ട് കളയുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ കണ്ടന്റ് ഉള്ളത്. അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഹയർ നമ്പർ ഓഫ് ബാക്ടീരിയ 4 മിൽക്ക്, അതൊരു ഗൈഡ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് സെൻസിറ്റീവ് മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ദ ആഡഡ് വാട്ടർ ഇൻ മിൽക്ക്, അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞപ്പം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഫ്രീസിങ് പോയിന്റ് വെച്ചിട്ട് നമുക്കതൊരു പ്ലാറ്റ്ഫോം ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഫ്രീസിങ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇത് വെള്ളം ആഡ് ചെയ്തിട്ടാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീസിങ് പോയിൻ്റാണ് മോസ്റ്റ് സെൻസിറ്റീവ് മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ആഡഡ് വാട്ടർ ഇൻ മിൽക്ക്. അഡീഷൻ ഓഫ് കെയിൻ ഷുഗർ ഇൻ മിൽക്ക് ഇസ് ഡിറ്റർമിൻ ബൈ, കെയിൻ ഷുഗർ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിൻ്റെ പേര് ഹോൾസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതൊരു എക്സ്ട്രാ പോയിൻ്റായിട്ട് നിങ്ങൾ എടുക്കുക. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് മിൽക്ക് നമ്മുടെ നോട്ടിലുള്ളതാണ്. 100.5 ആണ് ആൻസർ. 15, ഓപ്ഷൻ എ. 16, കോസറ്റീവ് ഏജൻറ്റ് ഓഫ് വിച്ച് ഡിസീസ് ഇസ് യൂസ്ഡ് ആസ് ദ ഇൻഡെക്സ് ഫോർ പാസ്ചറൈസേഷൻ, ഞാൻ പറഞ്ഞത് ഇതൊരു റെഡ് പോയിൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം മൈക്രോബാക്ടീരിയമാണ് TBയുടെ കോസറ്റീവ് ഏജൻ്റായ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, 16 സി. 17 ക്വസ്റ്റ്യൻ, മിൽക്ക് മൈനസ് മിൽക്ക് ഫാറ്റ്, മൈനസ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തോളാം. മിൽക്ക് മൈനസ് മിൽക്ക് ഫാറ്റ്, അതായത് മിൽക്ക് ഫാറ്റിനെ
സെപ്പറേറ്റ് ചെയ്തെടുത്ത മിൽക്കിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. 70B ആണ് ആൻസർ. 17B. 18C. 1 liter of cow milk yields energy about, അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കണം. 18C ആണ് ആൻസർ. 1100 calories ആണ് പറയുന്നത്. ഫെദറിങ് ഇൻ ഹോട്ട് കോഫി ഇസ് ദ ഡിഫക്റ്റ് ഇൻ ക്രീം ആൻഡ് ഇസ് കോസ് ഡ്യൂ ടു, നമ്മൾ ക്രീം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഫെദറിങ് ഇൻ ഹോട്ട് കോഫി എന്ന് പറയുന്നത് ക്രീമിൻ്റെ മാത്രം ഒരു പ്രത്യേക ഡിഫക്റ്റ് ആണ്. അത് വരുന്നത് എക്സസ് ഹോമജനൈസേഷൻ മൂലമാണ് ആ ഫെദറിങ് ഇൻ ഹോട്ട് കോഫി വരുന്നത്. ഓപ്ഷൻ 19th ഓപ്ഷൻ ഡി. 20% ഓഫ് SNF ഇൻ ക്രീം, അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. SNF ക്രീമിലെ SNF എന്ന് പറയുന്നത് 20C ആണ് ആൻസർ. 6.8. നെസ്ലേസ് ടെസ്റ്റ് ഇസ് യൂസ് ടു ഐഡൻറ്റിഫൈ വിച്ച് അഡൾട്രൻറ്റ് ആഡഡ് ഇൻ മിൽക്ക്. നെസ്ലേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോഡൊക്കെ ഇട്ട് നമ്മൾ പഠിച്ചതാണ്. അമ്മയ്ക്ക് നെസ്റ്റിൽ ഇരിക്കുന്നു എന്നതാണ് നമ്മുടെ കോഡ്. അമോണിയാണ് ആൻസർ. സംശയമൊന്നുമില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. MBR ടെസ്റ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ഔട്ട്, മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. ഇറ്റ് ഇസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ക്ലാസ് 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. 22B ആണ് ആൻസർ. 121 degree for 15 minutes or 145 degree for 3 seconds is the temperature time combination for. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും വിടാതെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ UHT പാസ്ചറൈസേഷൻ്റെതാണ്, അത് സ്റ്റെറിലൈസേഷൻ്റെതാണ്. ഒരു പാസ്ചറൈസേഷനും സ്റ്റെറിലൈസേഷനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 121 degree for 15 minutes or 145 degree for 3 seconds is the temperature time combination for സ്റ്റെറിലൈസേഷൻ. ഇവിടെ തന്നെ UHT പാസ്ചറൈസേഷൻ്റെയും HTST പാസ്ചറൈസേഷൻ്റെയും LTMT പാസ്ചറൈസേഷൻ്റെയും ടെമ്പറേച്ചർ ടൈം കോമ്പിനേഷൻ കറക്റ്റായി എഴുതി ഓർത്ത് പഠിക്കുക. അതൊരു കുഞ്ഞിനോട്ടിലാക്കി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയും ചെയ്യാം. ചീസിനസ് ഫ്ലേവർ ഡിഫക്റ്റ് ഇൻ ക്രീം ഇസ് കോസ്ഡ് ബൈ ലാക്ടോബാസില്ലയാണ്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Which is the milk process that makes the milk more digested by those with sensitive digestive system. Sensitive digestive system ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മിൽക്ക് പ്രോസസ്സ് ഏതാണെന്നാണ് ചോദ്യം. 25D ഹോമജനൈസേഷൻ ആണ് ആൻസർ. അതൊരു ഗ്രേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു നോട്ട് നമ്മുടെ ഡയറി സയൻസിൻ്റെ കഴിഞ്ഞ ഭാഗങ്ങൾ ഇത്രയും കഴിഞ്ഞ നോട്ട് എന്നുള്ളത് നിങ്ങളൊരു ബേസായിട്ട് മാത്രം എടുക്കുക. അതിന് മുകളിലേക്ക് നോളജ് കളക്ട് ചെയ്യുകയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡയറി സയൻസ് എന്നുള്ള ഒരു പോർഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സംശയമൊന്നുമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും നമുക്ക് നോട്ടിൽ നിന്ന് തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കാതെ കൂടുതൽ സോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.